പപ്പ ഇതെന്താ ചെയ്യണത്? ഇത് എയർ ലെയറിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ചെയ്യുന്നത്. പറഞ്ഞാലെന്താ എയർ ലെയറിംഗ് എന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പോൾ ഇത് നമ്മളെ സ്റ്റാർ ഫ്രൂട്ട് മരമല്ലേ, അപ്പോൾ ഈ സ്റ്റാർ ഫ്രൂട്ട് മരത്തിന് ഈ കൊമ്പ് എല്ലാ കൊമ്പും ഇപ്പോൾ നമ്മൾ സ്റ്റാർ ഫ്രൂട്ടിൻ്റെത് നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടാവണില്ലേ, അപ്പോൾ നമുക്ക് ഈ എയർ ലെയറിംഗ് എന്ന് പറഞ്ഞ സംഭവം ചെയ്താൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, എയർ ലെയറിംഗ് ചെയ്ത ആ കൊമ്പ് ഓൾറെഡി സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടാവണോണ്ട് നമുക്ക് എയർ ലെയറിംഗ് വഴി അവിടെ നമ്മളൊരു മുറിക്കുന്ന സ്ഥലം കണ്ടില്ല അവിടെ, ആ സ്ഥലം മുതൽ ആ സ്ഥലത്ത് വേര് പിടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വേര് പിടിപ്പിച്ചാൽ അവിടെ വേര് മുളച്ചാൽ നമുക്ക് അതിൻ്റെ അടിയിൽ മുറിച്ചിട്ട് ഈ ഒരു കൊമ്പ് കൊണ്ടേ കുഴിച്ചിടാം. അപ്പോൾ അങ്ങനെ കുഴിച്ചിട്ടാൽ ഓൾറെഡി അതിൽ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടാവണോണ്ട് നമുക്ക് ആ കുഴിച്ചിട്ടിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ മുതൽ അതിൽ പുതിയ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ എന്തിനാണ് ഈ കത്തി വെച്ച് ഇങ്ങനെ മുറിക്കുന്നത്? അത് നമ്മൾ അതിൻ്റെ തോലില്ലേ, അപ്പോൾ ആ തോല് മാത്രം അതിൻ്റെ സ്റ്റെമ്മ അതിൻ്റെ ആ ഉള്ളിലത്തെ അതിമ തട്ടാതെ ആ തോല് മാത്രം നമ്മൾ ചുരണ്ടി കളയാണ്. ഇങ്ങനെ തോല് മാത്രം ചുരണ്ടി കളയുമ്പോൾ നമുക്ക് ഈ പ്ലാന്റ്സിന് വെള്ളം ഒന്നും കിട്ടൂല, അടിയിൽ നിന്ന് വെള്ളം ഒന്നും കിട്ടൂല. അങ്ങനെയാണ് അവിടെ വേര് ഉണ്ടാവുകയാണ് ചെയ്യുക വെള്ളത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫുൾ അവിടെ ഒറ്റക്ക് വേരുണ്ടാവും. പിന്നെ വേരുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളിത് ഈ വീഡിയോയിൽ കുറച്ച് കൂടി അങ്ങോട്ട് പോയാൽ നമ്മളതിൽ ചെയ്യുന്നത് കാണാൻ, എന്ത് വേരിന് വേണ്ടിയിട്ട് മണ്ണും ചകിരിൻ്റെ ഇതുണ്ടല്ലോ, ചകിരിച്ചോറ് എന്ന് പറയും. നമ്മൾ ഇവിടെ വീട്ടിൽ നിന്ന് തേങ്ങ പൊളിച്ച ചകിരിൻ്റെ ഇത് ഇങ്ങനെ പൊടിച്ച് അങ്ങനെ ആക്കിയിട്ട് വെക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ കൊടുക്കുക. ഇത് നമ്മളതിൻ്റെ തോല് ഫുള്ള് കംപ്ലീറ്റ് എന്താണ് ഈ കത്തി കൊണ്ട് ഇങ്ങനെ ചുരണ്ടി കളയാണ് ചെയ്ത് അതിൻ്റെ വെള്ളം ഒന്നും ഇല്ലാത്ത പോലെ ആക്കുകയാണ് അവിടെ. അപ്പോൾ നമ്മൾ വെള്ളം ഇല്ലാത്ത മാതിരി ഇങ്ങനെ നല്ല നോക്കിയാൽ ചിലപ്പോൾ നമ്മളെ കൈ തട്ടിയിട്ടൊക്കെ അതിന് തോലുമ്മിലൊക്കെ തട്ടാതെ വേറൊരു സ്ഥലത്തൊക്കെ തട്ടിയാൽ കേടും ശരിക്കുള്ള മാതിരി ആവുമോ? ഇത് നമ്മൾ അങ്ങനെ വെള്ളം ഇല്ലാതെ എന്നല്ല, നമ്മളിത് ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ അല്ല ഈ ഒരു പരിപാടി കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യും, വെള്ളം അവിടെ ഈ തോല് വഴി വെള്ളം അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ തോല് കളയുന്നത്. ഈ കാണിക്കുന്ന സാധനം എന്താ അറിയോ, ഇപ്പോൾ ഞാൻ ആ കുപ്പിയിൽ കാണിച്ചത് അത് ഒരു ഹോർമോണാണ്, റൂട്ടിംഗ് ഹോർമോൺ എന്ന് പറയും. ആ ഹോർമോൺ നമുക്ക് ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ് ഈ റൂട്ടിംഗ് ഹോർമോൺ. അപ്പൊ പപ്പ എന്തിനാണ് നമ്മളെ തേച്ചിട്ടാണല്ലോ ചകിരിയൊക്കെ വെച്ചിരിക്കുന്നത്? റൂട്ടിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞ ഒരു പൗഡറാണ്. ആ പൗഡർ നമ്മൾ ആ റൂട്ട് വരേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ കൈ കൊണ്ട് തേച്ച് കൊടുത്തു. കൈ കൊണ്ട് എല്ലാവരും ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് തേക്കാണ് ഏറ്റവും നല്ലത്. ഞാനത് കഴിഞ്ഞിട്ട് കൈ എല്ലാം കഴുകി അത് വെച്ചിട്ട് തേങ്ങന്റെ ഉള്ളത്തെ എടുത്തിട്ട് ഒരു സെല്ലോ ടേപ്പ് എന്തിനാ ചുറ്റണത്? തേങ്ങന്റെ ഉള്ളത്തെ അതും അതിന് ചകിരിച്ചോറ് എന്നാണ് നമ്മൾ പറയാ. അതും മണ്ണും മിക്സ് ആക്കിയിട്ടാണ് അതിലിടുന്നത്, ഇടുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് മണ്ണും ചകിരിച്ചോറും നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെല്ലോ ടേപ്പ് കൊണ്ട് ഒരു പ്ലാസ്റ്റിക് കട്ടിങ് ചെയ്യുന്നതും പുറത്തുനിന്ന് വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാതെ അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ എയർ ലെയറിംഗ് എന്ന് പറഞ്ഞതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ഒരു ഉള്ള ഓപ്പൺ ആക്കി ആദ്യത്തെ ഭാഗം മുകളിൽ ഓപ്പൺ ആക്കിക്കണോ? അത് നിറക്കാൻ വേണ്ടിയിട്ട്, ഇതൊരു കവർ പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ആക്കുന്നത്. ഈ കവറ് പോലെ നിൽക്കാൻ നോക്കിയിട്ട് നമ്മൾ കണ്ടോ അത് ഫുള്ള് ആക്കിയിട്ട് മുകളിൽ ചുറ്റിന് കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്താണ് ചകിരിച്ചോറിൻ്റെയും അതായത് പിന്നെ മണ്ണിൻ്റെയും മിക്സ്ചറാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇത് ഇനി നമ്മളൊരു 2 മാസം ഇതേപോലെ വെച്ചിട്ട് 2 മാസം ഒന്നും ചെയ്യാതെ നോക്കുമ്പോൾ 1 മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ ഇതിൽ നമ്മൾ വേര് വന്നായിട്ട് കാണും. ഈ ഉള്ളിൽ കൂടെ കാണുന്നത് അങ്ങനെയാണ് ഇത് വേര് ഉണ്ടാവുന്നത്. ഓക്കെ.